നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 23, 2026 വെള്ളി. അങ്ങനെ ഇന്നലത്തെ നേട്ടത്തിന് ശേഷം വീണ്ടും അതിശക്തമായ ഇടിവ് ഇന്നും ഇന്ത്യൻ മാർക്കറ്റിന് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് ഈ ആഴ്ചയിൽ ഇന്നലെ ഒഴികെ ബാക്കി 4 ട്രേഡിംഗ് സെഷനുകളിലും നിഫ്റ്റിക്ക് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. തൽഫലമായി 3.5 മാസങ്ങൾക്ക് ശേഷം, അതായത് അവസാനമായി കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു നിഫ്റ്റി 25,050 എന്ന ലെവലിന് താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിച്ചത്. എന്നാൽ 3.5 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ന് നിഫ്റ്റിക്ക് 25,050 എന്ന ലെവലിന് താഴെയായിട്ട് വ്യാപാരവും അവസാനിപ്പിക്കേണ്ടി വന്നു. കൂടാതെ കൃത്യം 7 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യ വിക്സിന് 14 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായി. അവസാനമായി കഴിഞ്ഞ വർഷം ജൂൺ മാസത്തില് 23-ാം തീയതിയായിരുന്നു ഇന്ത്യ വിക്സ് 14 എന്ന ലെവലിന് മുകളിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. മാത്രവുമല്ല, ഇന്ന് മാർക്കറ്റ് ഹൈലി വോൾട്ടൈലുമായിരുന്നു. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ ഒരു നഷ്ടത്തിലേക്ക് തള്ളിവിടുവാനുണ്ടായതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തതുപോലെ തന്നെ ലീഡിംഗ് ആയ എല്ലാ ഇൻഡസീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. മാത്രവുമല്ല, ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഏകദേശം ഇന്ന് നിഫ്റ്റിയിലെ ഡേ ഹൈയും. തൽഫലമായി 25,347 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടി വന്നപ്പോൾ തുടർന്നുണ്ടായ അതിശക്തമായ ഫോളിനെ തുടർന്ന് ഇന്നലെ തിരിച്ചുപിടിക്കുവാൻ സാധിച്ച 200 ഡേ EMA ലെവലും ഇന്ന് നിഫ്റ്റിക്ക് നഷ്ടപ്പെടുകയുണ്ടായി. എങ്കിലും സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവലായ 25,000 എന്ന ലെവലിന് തൊട്ടു മുകളിലായിട്ട് സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് 241 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,048 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 769 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 727 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലേക്ക് വരുമ്പോൾ ആകെ 702 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 2,233 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, ഇറ്റേണൽ, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ജിയോ ഫൈനാൻഷ്യൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ടെക് മഹേന്ദ്ര, ONGC, ഹിൻഡാൽകോ, HUL തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. സെക്ടർ വൈസ് നോക്കുമ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച സംഭവിച്ചതുപോലെ തന്നെ ഇന്ന് എല്ലാ മേഖലകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. PSU ബാങ്ക്, മീഡിയ തുടങ്ങിയ മേഖലകൾക്ക് 2% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. 3 ട്രേഡിംഗ് സെഷന് ശേഷം ഇന്നലെ 1%-ലേറെ നേട്ടം കൈവരിച്ച ബോർഡർ മാർക്കറ്റ്സും ഇന്ന് രക്തരൂക്ഷിതമാകുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുക. തൽഫലമായി BSE മിഡ് ക്യാപ്പിന് 1.5% നഷ്ടത്തോടുകൂടിയും സ്മോൾ ക്യാപ്പിന് 2% നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ വീണ്ടും ഫ്രഷ് റെക്കോർഡ് ലോയും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. കൂടാതെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 34 പൈസയുടെ നഷ്ടത്തോടുകൂടി 91.96 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യൻ രൂപയും വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ദാവോസിൽ US പ്രസിഡന്റ് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച അഡീഷണൽ താരിഫിൽ നിന്നും യൂട്ടേൺ എടുത്തതിന്റെ ഫലമായിട്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിനുണ്ടായ അയവിനെ തുടർന്ന് ഇന്നലെ ഗോൾഡിന്റെയും സിൽവറിന്റെയും വിലയിൽ ഇടിവ് നേരിട്ടെങ്കിലും ആ ഇടിവുകളെയൊക്കെ നികത്തിക്കൊണ്ട് ഇന്നും അതിശക്തമായ ഉയർച്ച ഗോൾഡിലും സിൽവറിലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഗോൾഡിന്റെയും സിൽവറിന്റെ ETF-കളിലും ഉയർച്ച അനുഭവപ്പെടുകയുണ്ടായി. ഇന്ന് രാവിലെ നമ്മൾ കണ്ടിരുന്നു ബന്ധൻ ബാങ്കിന്റെ Q3 ഏർണിംഗ്സിൽ നെറ്റ് പ്രോഫിറ്റിൽ 52% ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ബ്രോക്കറേജുകൾ ബുള്ളിഷ് ആയിട്ടുള്ള കാഴ്ചപ്പാട് നിലനിർത്തിയതിനാൽ തന്നെ ഇന്ന് ബാങ്കിന്റെ ഷെയർ പ്രൈസിൽ 6% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുമുണ്ടായി. ഈ ആഴ്ചയിൽ നേരിടേണ്ടി വന്ന അതിശക്തമായ ഇടിവിനെ തുടർന്ന് 11 മാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകൾക്ക് ഏറ്റവും വലിയ വീക്കിലി ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്നത്തോടുകൂടി വെള്ളിയുടെ വില പുതിയ ഉയരങ്ങൾ താണ്ടിയതിനെ തുടർന്ന് ഇന്ന് ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ ഷെയർ പ്രൈസിലും 6% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുണ്ടായി. അതേസമയം ഇന്നും പേടിഎമ്മിന്റെ ഷെയർ പ്രൈസിൽ ഇൻട്രാഡേ ബേസിസിൽ 10% ഇടിവ് അനുഭവപ്പെട്ടു. മാത്രവുമല്ല, ഒരു വർഷത്തിന് ശേഷം ഏറ്റവും വലിയ സിംഗിൾ ഡേ ഇടിവാണ് സ്റ്റോക്കിന് ഇന്ന് അനുഭവപ്പെടുകയുമുണ്ടായത്. അവസാനമായി കഴിഞ്ഞ വർഷം ജനുവരിയിലായിരുന്നു സ്റ്റോക്കിന് സിംഗിൾ ഡേയിൽ ഏകദേശം ഇത്രത്തോളം ഇടിയേണ്ടതായിട്ടും വരികയുണ്ടായത്. മാത്രമല്ല, തുടർച്ചയായ 5 ട്രേഡിംഗ് സെഷന് കൊണ്ട് ഏകദേശം 15% ഇടിവും സ്റ്റോക്കിൽ അനുഭവപ്പെടുകയുണ്ടായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ വീണ്ടും നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി
വിശദമായി തന്നെ പരിശോധിക്കാം. കുറച്ചേറെ കാലമായി ഇന്ത്യൻ മാർക്കറ്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇന്ത്യൻ സ്റ്റോക്കുകളിലുള്ള ഓവർ വാല്യുവേഷൻസ്. എന്നാൽ കഴിഞ്ഞ തവണ ക്വാർട്ടർ 2 ഏർണിംഗ്സുകൾ വന്നപ്പോൾ അവയുടെ പ്രകടനം മികച്ചതായതിനാൽ തന്നെ ഒരു പരിധി വരെ ക്വാർട്ടർ 2 ഏർണിംഗ്സിന്റെ ഫലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ പിടിച്ചു നിൽക്കുവാനും സാധിച്ചു. കാരണം അത് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലുള്ള നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിലും പ്രധാന പങ്ക് വഹിച്ചതിനാൽ തന്നെ. എന്നാൽ ഈ പ്രാവശ്യത്തെ ക്വാർട്ടർ 3 ഏർണിംഗ്സ് വന്നത് മുതൽ വീണ്ടും മാർക്കറ്റിന്റെ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ തളർത്തുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ട് സാധിക്കുക. കാരണം ഒട്ടുമിക്ക കമ്പനികളും മിതമായ ത്രൈമാസ വരുമാനമാണ് റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായത്. കൂടാതെ പല ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ ഭാഗത്ത് നിന്ന് വന്ന റിസൾട്ട് മാർക്കറ്റിനെ നിക്ഷേപകരുടെ പ്രതീക്ഷകളെ തകർക്കുക കൂടിയുണ്ടായി. ഈ ഒരാഴ്ചയിലെ 5 ട്രേഡിംഗ് സെഷനിലും ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ മാത്രമല്ല മറ്റുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ ക്വാർട്ടർ 3 ഏർണിംഗ്സ് റിലീസ് ചെയ്യുന്ന ഒരു അവസരത്തിലൂടെയാണ് ഇന്ത്യൻ മാർക്കറ്റ് കടന്നുപോയതും. അതുകൊണ്ട് തന്നെ നിലവിൽ റിലീസ് ചെയ്യപ്പെട്ട ക്വാർട്ടർ 3 ഏർണിംഗ്സിൽ ഒട്ടുമിക്കതും നിക്ഷേപകരെ തൃപ്തിപ്പെടുത്താനാകാത്തതാണ് വീണ്ടും നഷ്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ദാവോസിൽ വെച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച പുതിയ താരിഫ് തീരുമാനത്തിൽ നിന്നും യൂട്ടേൺ എടുത്തെങ്കിൽ കൂടിയിട്ടും ഇത് യൂറോപ്യൻ രാജ്യങ്ങളെ മാത്രമല്ല യുഎസുമായി നല്ല ബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ള രാജ്യങ്ങളുടെ മുകളിലും അമേരിക്കയോടുള്ള വിശ്വാസത്തിന് കാര്യമായ മങ്ങലേൽപ്പിക്കുകയുണ്ടായി. കാരണം യൂറോപ്യൻ രാജ്യങ്ങളും കൂടാതെ ഇന്ത്യ ഉൾപ്പെടെ പാരമ്പര്യമായി യുഎസുമായി നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന പല രാജ്യങ്ങൾക്കും യുഎസിനോടുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. ഇതിനെ തുടർന്ന് ജിയോ പൊളിറ്റിക്കൽ കൺസേൺസ് വർദ്ധിച്ചതും കൂടാതെ US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഇന്നലെ അദ്ദേഹം ദാവോസിൽ നിന്നും മടങ്ങുന്നത് വഴി പുതിയ പ്രസ്താവന വരികയുണ്ടായി. അതായത് ഇറാനെതിരെ യുഎസിൽ നിന്നും വലിയ ഒരു കപ്പൽപ്പട മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് വരികയുണ്ടായത്. ഒരുപക്ഷെ ഈ വീക്കെൻഡോടുകൂടി യുഎസിന്റെ കപ്പൽപ്പടകളും മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. കൂടാതെ ഇറാനിലേക്ക് നീങ്ങിയിരിക്കുന്ന കപ്പൽപ്പടയിൽ യുഎസിന്റെ എയർക്രാഫ്റ്റ് കാരിയറായ എബ്രാഹിം ലിങ്കനും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുഎസും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളും ഹീറ്റപ്പ് ആവുന്ന സാഹചര്യത്തിൽ നിലവിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും വർദ്ധിച്ചു വരുന്നതിനാൽ തന്നെ ഈ രണ്ട് ഘടകങ്ങളും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചു. വഞ്ചന മാത്രമല്ല, $265 മില്യൺ കൈക്കൂലി പദ്ധതിയും ആരോപിച്ച് ഇന്ത്യയിലെ ശതകോടീശ്വരനായ ഗൗതം അദാനിക്കും ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവായ സാഗർ അദാനിക്കും വ്യക്തിപരമായി സമൻസ് ഇമെയിൽ ചെയ്യാൻ അനുമതി നൽകണമെന്ന് US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ US കോടതിയോട് ആവശ്യപ്പെടുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ പല സ്റ്റോക്കുകളിലും 11% ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. ഇതേ ഒരു പ്രശ്നം കൊണ്ട് 2023 ജനുവരിയിൽ ഇന്ത്യൻ മാർക്കറ്റ് വലിയൊരു ഇടിവ് നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി, കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് ശേഷം. അതുകൊണ്ട് തന്നെ വീണ്ടും അദാനി ഗ്രൂപ്പിന് മുകളിലുള്ള പ്രശ്നങ്ങൾ നേരിയ തോതിലാണെങ്കിലും US മറനീക്കാൻ തുടങ്ങിയതും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ദോഷകരമായി തന്നെ ബാധിക്കുകയുണ്ടായി. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടപ്പോൾ ഇന്ത്യൻ PSU ബാങ്കിൽ 1.5% സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടെങ്കിൽ തുടർന്ന് ബുധനാഴ്ചയായപ്പോൾ ഇന്ത്യൻ പ്രൈവറ്റ് ബാങ്കുകൾക്ക് അതിശക്തമായ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുകയുണ്ടായി, എസ്പെഷ്യലി HDFC ബാങ്ക്, ICIC ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ. എന്നാൽ ഇന്ന് വീണ്ടും പഞ്ചാബ് നാഷണൽ ബാങ്ക്, യെസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ അതിശക്തമായ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെടുകയുണ്ടായി. പഞ്ചാബ് നാഷണൽ ബാങ്കിലൊക്കെ ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 4% ഇടിവ് അനുഭവപ്പെട്ടപ്പോൾ യെസ് ബാങ്കിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 3% ഇൻട്രാഡേ ബേസിസിൽ ഇടിവ് രേഖപ്പെടുത്തുകയുമുണ്ടായി. മാത്രമല്ല ഇന്ന് നിഫ്റ്റി ബാങ്കിന് 1.25% അഥവാ 727 പോയിന്റുകളുടെ നഷ്ടം നേരിടേണ്ടി വന്നതും നമ്മുടെ മാർക്കറ്റിനെ പിന്നോട്ട് വലിക്കുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിക്കുകയുമുണ്ടായി. വീണ്ടും എടുത്തു പറയേണ്ടെങ്കിൽ കൂടിയിട്ടും ദിനം പ്രതി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നേരിടുന്ന അതിശക്തമായ സെല്ലിങ്ങും നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് തളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. മാത്രമല്ല ഇന്നലെ വരെ തുടർച്ചയായി 13 ട്രേഡിംഗ് സെഷന് കൊണ്ട് 36,500 കോടി രൂപയ്ക്ക് മുകളിലാണ് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വിറ്റഴിക്കുകയും ഉണ്ടായത്. സ്വാഭാവികമായിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന സെല്ലിങ്ങും നമ്മുടെ മാർക്കറ്റിനെ തളർത്തുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിച്ചു. അതേസമയം US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഇറാനെതിരെയുള്ള നടപടികളുള്ള സൂചനകൾ വന്നതിനെ തുടർന്ന് വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 1.25% ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഇതിനു പുറമെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ വീണ്ടും ഫ്രഷ് റെക്കോർഡ് ലോ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നതും നമ്മുടെ മാർക്കറ്റിനെ അതിഭീകരമായ ഒരു തകർച്ചയിലേക്ക് തള്ളിയിടുവാനും കാരണമായി മാറി. ഇതിനെല്ലാം പുറമെ തീർച്ചയായിട്ടും കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് 20% ഉയർച്ച രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് ഇന്നലെ 3.25% ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും വീണ്ടും ഇന്ന് അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഇൻട്രാഡേ ബേസിസിൽ ഏകദേശം 7% ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും 6.29% ഉയർച്ചയോട് കൂടിയിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയും ഉണ്ടായത്. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ തൽഫലമായി 7 മാസങ്ങൾക്ക് ശേഷം 14 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് 14.19 എന്ന ലെവലിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായി. തൽഫലമായി ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റ്
മാർക്കറ്റിന് ദോഷകരമായി തന്നെ മാറി. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിന് അതിശക്തമായ ഒരു നഷ്ടത്തിലേക്ക് പോകേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 89 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ UK മാർക്കറ്റ് നേരിയ നഷ്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റ് 0.5% നഷ്ടത്തോടുകൂടിയും വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ജർമ്മൻ മാർക്കറ്റ് നേരിയ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ആകെ ഇന്ത്യൻ, തായ്ലൻഡ് മാർക്കറ്റുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായുള്ളൂ. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 1.25%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.5%-നടുത്തും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $64.91 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $60.21 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വില $4926.85 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ശ്രീറാം ഫൈനാൻസ് Q3 റിസൾട്ടില് കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസില് നെറ്റ് പ്രോഫിറ്റിൽ 22% ഇടിവാണ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. തൽഫലമായി ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 3% ഇടിവും സ്റ്റോക്കിൽ അനുഭവപ്പെട്ടു. തുടർന്ന് വീണ്ടും സ്റ്റോക്കിന് റിക്കവറി നടത്തുവാനും സാധിക്കുകയുണ്ടായി. യെസ് ബാങ്ക് ഇടപാടിൽ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും ഏണസ്റ്റ് ആൻഡ് യങ്സ് എക്സിക്യൂട്ടീവുകളും ഇൻസൈഡർ ട്രേഡിംഗ് നടത്തിയെന്ന് സെബി ആരോപിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് യെസ് ബാങ്കിന്റെ സ്റ്റോക്ക് പ്രൈസിലും 2.5%-ലേറെ ഇടിവും ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. PG ഇലക്ട്രോപ്ലാസ്റ്റ് 1000 കോടി രൂപയ്ക്ക് കമർഗാവ് അഹല്യ നഗറിലെ 72 ഏക്കർ വരുന്ന ഭൂമി കമ്പനി അക്വയർ ചെയ്തു. അദാനി ഗ്രീൻ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 474 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ ആകെ 5 കോടി രൂപ മാത്രമേ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായുള്ളൂ. പാരാസ് ഡിഫൻസ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 21% ഉയർച്ച ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 24% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. സിപ്ല നെറ്റ് പ്രോഫിറ്റില് 57% ഇടിവാണ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത്. അതേസമയം റവന്യൂ ഫ്ലാറ്റ് ആയിട്ടും റിപ്പോർട്ട് ചെയ്തു. ഇൻഡുസിൻ ബാങ്കിന്റെ ചെയർമാൻ ശ്രീ സുനിൽ മേത്ത ജനുവരി 30 സ്ഥാനമൊഴിയും. തുടർന്ന് ശ്രീ അജിത് ബസു അദ്ദേഹത്തിന്റെ പിൻഗാമിയാവുകയും ചെയ്യും. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. റിപ്പബ്ലിക് ഡേ അനുബന്ധിച്ച് തിങ്കളാഴ്ച ജനുവരി 26 ഇന്ത്യൻ മാർക്കറ്റിന് അവധിയായതിനാൽ തന്നെ 3 ദിവസം അവധികളുള്ള ഒരു ലോങ് വീക്കെൻഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നതും. ഇനി നമുക്ക് എല്ലാ ഞായറാഴ്ചയിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.